എല്ലാവർക്കും റെസിപ്പി വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂരമീൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ചൂരമീൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഈ വലുപ്പത്തിനുള്ള ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ചൂര ചില സ്ഥലങ്ങളിൽ വേറെ രീതിയിലാണ് പറയുന്നത്, അതെനിക്കറിയത്തില്ല. ട്യൂണ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദ്യം തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പ് നന്നായി യോജിപ്പിച്ച ശേഷം ഇതൊരു 30 മിനിറ്റ് സമയത്തേക്ക് മാറ്റിവെക്കാം. മീനിൽ അരപ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിലേക്കായിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നീട് 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 15, ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 30 എണ്ണം എടുക്കണം. നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന രീതിക്കുള്ള ഒരു പരുവത്തിന് വേണം എടുക്കേണ്ടത്. ഇപ്പോൾ മീനിൽ അരപ്പ് പുരട്ടിയിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് മീൻ പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണയിലേക്ക് മീൻ ഇടുന്നതിന് മുമ്പ് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഓരോ കഷ്ണം മീനുകളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട ശേഷം ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ മീൻ പൊരിക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ മൂപ്പ് ഇതിന് വേണം. എങ്കിൽ മാത്രമേ അച്ചാറിടുമ്പോൾ ഇത് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഞാനിത് 2 സെറ്റായിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാത്രമാണുള്ളതെങ്കിൽ ഒന്നിച്ച് തന്നെ മീൻ പൊരിച്ചെടുക്കാവുന്നതാണ്. മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് ഇതേപോലെ 2ആയിട്ട് കീറി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ 1 പച്ചമുളക് ഇതേപോലെ ചോപ്പ് ചെയ്തതും കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ സ്റ്റീലിൻ്റെ ഇതുപോലുള്ള സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തീ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റേണ്ടത്. ഇരുമ്പ് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് നല്ലൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായം പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവ പൗഡർ ഇത്രയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ് ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ മസാലകളെല്ലാം കരിഞ്ഞു പോകും. അതിനുശേഷം ഇത് ഒരു 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മീൻ പൊരിച്ച സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവ് ഉപ്പ് ചേർക്കാം.
ഇനി നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീൻ ഈ അരപ്പുമായി നല്ല രീതിയിലൊന്ന് യോജിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തീയെ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം 5 മിനിറ്റ് സമയം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഗ്ലാസ് ബോട്ടിൽസിലോട്ട് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ കാലം കേടുകൂടാതെ ഇരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇത് തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കരുത്. എങ്കിൽ അതിൽ നിന്ന് ഈർപ്പം നിന്ന് ഈ മീനിലേക്ക് ഇറങ്ങി അത് പെട്ടെന്ന് പൂത്തു പോകും. അതുകൊണ്ട് ഈ മീൻ തണുക്കാൻ വെക്കുന്ന സമയത്ത് പാത്രത്തിന് മുകളിൽ ഒരു പേപ്പർ, ന്യൂസ് പേപ്പറോ മറ്റ് പേപ്പറോ എന്തെങ്കിലും വെച്ച് അത് വെച്ച് അടച്ച ശേഷം അതിന് മുകളിൽ ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെച്ചതിന് എല്ലാ പേർക്കും നന്ദി.